സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊരു ചരിത്രമായി മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് പത്രങ്ങളിൽ ഹിജ്റ നിറഞ്ഞു നിൽക്കുന്നു. ചിലർ ഹിജ്റ പോയി എന്നും മറ്റു ചിലർ പോയില്ല എന്നുമുള്ള വിവാദങ്ങൾ. ഒരു മുസ്ലിമിന് ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോകേണ്ടതുണ്ടോ? ഉത്തരം പറയുന്നത് ബഹുമാന്യനായ സാദിഖ് മദീനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല, ഹിജ്റ പോകണം. കുറേ ആളുകളൊക്കെ പോയി, എത്രത്തോളം അത് ദീനുമായി ബന്ധമുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, ഹിജ്റ എന്ന വാക്ക് ഹജറ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഹജറ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. വെടിയുക, ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. വിശുദ്ധ ഖുർആൻ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റബ്ബേ, എൻ്റെ ഖൗം ഈ ഖുർആനെ മഹ്ജൂറാക്കി, ഉപേക്ഷിച്ചു, വെടിഞ്ഞു, തള്ളിക്കളഞ്ഞു. അപ്പോൾ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. സാങ്കേതികമായി പറയും, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനാണ്, ആ നാട് ഉപേക്ഷിച്ച് പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുക. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ധാരാളം ഹിജ്റകളെ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, ആമന ലഹു ലൂത്ത്. ഇബ്രാഹിം നബി ലൂത്ത് നബി വിശ്വസിച്ചു. വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ പോവുകയാണ് എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും ഹിജ്റ കാണാൻ സാധിക്കും. വിശ്വാസികളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്യോപ്യയിലേക്ക്, ഹബശ എന്ന് പറയുന്ന എത്യോപ്യയിലേക്ക് ഹിജ്റ പറഞ്ഞയച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ മുസ്ലിമായി ജീവിക്കുവാൻ പ്രയാസം നേരിട്ടപ്പോൾ അവിടുന്ന് ഹിജ്റ പോകാൻ തുനിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ഹിജ്റതു ഇല ദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതു ഇലാ മാ ഹാജറൈൻ. ഒരാൾ ഹിജ്റ പോകുന്ന, ഒരു നാട് വിട്ടേച്ച് പോകുന്നത് ദുനിയാവ് കരസ്ഥമാക്കുവാനോ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനോ വേണ്ടിയാണെങ്കിൽ അതെങ്ങനെ? എന്നാൽ ഒരാളുടെ ഹിജ്റ, ഒരാൾ ഒരു നാട് ഉപേക്ഷിച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്കാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിൽ അത് ആ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഹിജ്റ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് ഹിജ്റ? നിങ്ങൾ നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം ജീവിച്ചു. ആ 13 വർഷത്തിനിടയ്ക്കിൽ തുടക്കത്തിൽ ഹിജ്റ പോയിട്ടില്ല. ഏകദേശം നുബൂവത്തിന്റെ 10-ാം വർഷത്തിന്റെ അടുത്താണ് ഹിജ്റ പോകുന്നത്. അതുവരെ മക്കയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാരും ജീവിച്ചു. എന്നാൽ ഇനി ഇസ്ലാമികമായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രയാസമാണ്. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വരുന്നു. പ്രിയപ്പെട്ട സ്വഹാബിമാര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് മറ്റൊരു രാജ്യത്ത് പോയാൽ അവിടെ ഇസ്ലാമികമായ വിശ്വാസങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇവിടെ നോക്കണം, പ്രവാചകൻ ആദ്യമായി ഹിജ്റയ്ക്ക് തൻ്റെ സഹായിമാരെ പറഞ്ഞയച്ച എത്യോപ്യ ഒരു മുസ്ലിം നാടല്ല, ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് അല്ല, മറിച്ച് അവിടെ ക്രൈസ്തവ ഭരണകൂടമാണ്, ക്രൈസ്തവരാണ് ഭരിക്കുന്നത്. ആ ഒരു നാട്ടിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഒരു രാജ്യത്ത് ഒരു മുഅ്മിനായി ജീവിക്കുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു. മുസ്ലിമുകൾക്ക് ഇവിടെ ജീവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ വിശ്വാസം അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുവാൻ പാടില്ല, നമസ്കരിക്കുവാൻ സൗകര്യമില്ല എന്നിത്യാദി ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും, വിശ്വാസമാകട്ടെ അനുഷ്ഠാനപരമാകട്ടെ, അതൊന്നും വെച്ചു പുലർത്തുവാൻ സാധ്യമല്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഈ നാട്ടിലുള്ള ആളുകളെ സ്വീകരിക്കുവാൻ മറ്റൊരാൾ തയ്യാറാണ് എന്ന് കേട്ടപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞയച്ചു. നുബുവത്തിന്റെ 13-ാം വർഷം അഥവാ പ്രവാചകന്റെ 53-ാമത്തെ വയസ്സിൽ യസ്രിബ് എന്ന് പറയുന്ന മദീനയിൽ വന്ന ആളുകളുമായുള്ള അതിനു മുമ്പ് നടന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയി.
അപ്പൊ ഹിജ്റ എന്നൊന്ന് ഇസ്ലാമിലുണ്ട്. പക്ഷെ എപ്പോഴാണ് ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കുവാൻ പ്രയാസം നേരിടുന്ന അവസ്ഥ, മറ്റൊരു രാജ്യത്ത് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഈ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമല്ല ഉദ്ദേശിക്കുന്നത്. പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ അടുത്താണല്ലോ വന്നത്. അപ്പോൾ മറ്റൊരു നാട്ടിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക്, ഒരു പഞ്ചായത്തിലേക്ക്, മറ്റൊരു ടൗണിലേക്ക്, ഒരു നാട്ടിലേക്കൊക്കെ മാറി താമസിച്ചു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കും എന്നറിയുമ്പോൾ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്താ പ്രശ്നം? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരാൾക്ക് മുസ്ലിം, ഏതൊരു മതം, മുസ്ലിം എന്നല്ല, ഏതൊരു മതം അനുഷ്ഠിക്കുവാനും വിശ്വസിക്കുവാനും വിശ്വാസം വെച്ചു പുലർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും വെച്ച് പുലർത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ സമ്മേളനങ്ങൾ തന്നെ നോക്കുക. ഒരു സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഒരു മതപ്രഭാഷണം നടത്തുമ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ നടക്കുന്ന ഈ രാജ്യത്തുള്ള പോലീസുകാരും ഭരണാധികാരികളുമാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരിക്കലും മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട അവസ്ഥയില്ല, പോകുവാൻ പാടില്ല. ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഈ അവസ്ഥകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആ ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ളത്. അഥവാ മറ്റുള്ള ആളുകൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അന്ധകാരങ്ങളിലും കഴിഞ്ഞുകൂടുമ്പോൾ ഇതാണ് നിങ്ങളെ സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന യഥാർത്ഥ സന്ദേശം എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള അവസ്ഥ ഈ നാട്ടിലുള്ള ഭരണകൂടവും ഈ നാട്ടിലുള്ള ഭരണഘടനയും എല്ലാം സജ്ജമായിരിക്കുന്ന അവസ്ഥയിൽ ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകുവാൻ പാടില്ല. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഒരു നാട്ടിൽ, ആ നാടെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാകട്ടെ, ഒരു പഞ്ചായത്തിലാകട്ടെ, അവിടെ ഞാൻ മാത്രമാണ് യഥാർത്ഥ വിശ്വാസം വെച്ച് പുലർത്തുന്നത്. ഞാൻ ഈ സമയത്തെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, അവർക്കൊന്നും ഒരു സത്യസന്ദേശത്തിലൂടെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് വരുമ്പോൾ എവിടെയാണ് പള്ളിയുള്ളൊരു നാട്, എവിടെയാണ് യഥാർത്ഥ തൗഹീദുള്ള ആളുകളുടെ നാട് എന്നൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു മാറി താമസിക്കുക, അത് ഗുണകരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിജ്റ പോവുക എന്നുള്ളതല്ല. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്.